ആചാലേ മച്ചമ്മക്കമാലേ അല്ലേ ആചാലേ മച്ചമ്മക്കമാലേ. ഗൈസ് ഞങ്ങളൊരു സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യുകയാണ്. തിരിച്ചിങ്ങനെ ഇങ്ങനെ ഇവിടെ ഈ സെക്യൂരിറ്റി ചെക്കിന് വെയിറ്റ് ചെയ്യാം. ലൈൻ കണ്ടോ? അത് ഗൈസ് ആസ്മിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ കേൾക്കാമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഇപ്പം ഫെബിച്ചേച്ചിയുടെ അടുത്തോട്ട് അറ്റ്ലാന്റയ്ക്ക് പോവാണ് അല്ലേ ഫെമി? സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇച്ചിരി താമസിച്ചു പോയി കയറാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വ്ളോഗ് ഒന്നും എടുക്കാഞ്ഞത്. ഞങ്ങളുടെ മൈനറിനെ പിടിച്ചോണ്ട് പോന്നു പോക്കു ചേച്ചി ഗൈസ് ഞങ്ങള് ബോർഡ് ചെയ്യാണ്. പ്ലെയിനിൽ ഫുഡൊന്നും കാണത്തില്ല, ജസ്റ്റ് 2 hours ഫ്ലൈറ്റ് ആണ്. 2 മണിക്കൂർ മാത്രം ഫ്ലൈറ്റ്. ഞങ്ങൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ 2 മണിക്കൂറത്തെ ഫ്ലൈറ്റ് ആണുള്ളത്. ഫുഡ് വരുന്നത് കിട്ടുമെന്ന് നോക്കാം. ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് 38ലാണ് ഇരിക്കുന്നത്. ചെന്ന് കാണാം. ഇവിടെ കയറാം. Local time. That's the good news. Bad news is we may be waiting on a gate closer to our scheduled arrival time. ഞങ്ങൾ ലാൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇവിടെ ഇനി 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന്. ഗേറ്റ് കിട്ടിയില്ല. ഇവർ എത്ര മണിക്ക് ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ 9 മണിക്ക്. ഞങ്ങളൊരു 8:45 ആയപ്പോഴത്തേക്ക് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. പക്ഷേ നേരത്തെ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഗേറ്റ് ഉണ്ടെങ്കിലല്ലേ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇനിയും 20 മിനിറ്റോളം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. Approximately 10 hours later. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനിയിപ്പം ഫെബിച്ചേച്ചി ഉണ്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ 6 മിനിറ്റ്സ് അവേ അല്ലേ? 6 മിനിറ്റ്സ് ഗൈസ്. ഞങ്ങൾക്ക് ടീം കഴിഞ്ഞ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷനിലാണ് പോകേണ്ടത്. ഗൈസ് ഞങ്ങൾ ഇറങ്ങി N3 എല്ലാം പറഞ്ഞു. N3 ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. കയ്യില്ല ഗൈസ്, ഇവിടെ ഭയങ്കര ഹ്യൂമിഡാണ് അല്ലേ? കയ്യിലൊക്കെ ഒട്ടുന്നു. നമ്മൾ ഫെബിച്ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫെബിച്ചേച്ചി ഇപ്പം എവിടെയിലേക്കൂടെ വരുമായിരിക്കും. റാഫോർ അല്ലേ? അവരിവിടെ വന്നോ അവിടെ വന്ന് വരുന്നേ? ഓക്കെ, ഇവിടെ ആയിരിക്കും വരുന്നത്. ഓക്കെ വാ. ഹലോ, കേറി. എൻ്റെ പൊന്നു മനുഷ്യ, ഇങ്ങനെയൊക്കെ ഇതൊന്ന് കറക്റ്റായിട്ട് ഇട്ടോണ്ട് വരണ്ടേ? ഗൈസ് അവര് ഇപ്പം ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടാണ്. ഞങ്ങളിപ്പം നേരെ ഇവരുടെ അപ്പാർട്ട്മെന്റിലോട്ട്. ഇപ്പൊ 10 മണിക്കൂറൊക്കെ നിങ്ങൾ ഓടിച്ചു വരുന്ന എന്തുമായിരിക്കും? ഓ, ന്യൂയോർക്ക് അല്ലേ? ഗൈസ് അപ്പൊ ഞങ്ങള് മാക്ഡൊണാൾഡ്സില് ഞങ്ങള് ഗായ്സ് മക്ഡൊണാൾഡ്സിൽ പോവാണ്. ശരി, പോകിയോ? ഗൈസ് ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ചിട്ട് പോകുന്ന വഴിയാണ്. കേറ്റ് ഫെമി പ്രൈസ് പോകുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക്കാണ് ഗൈസ്. ഞങ്ങള് ഉച്ചയ്ക്ക് വൈകിട്ടൊരു 3:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. തൊട്ടപ്പുറത്തെ സ്റ്റേറ്റിൽ 2 മണിക്കൂറത്തെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പം അടുത്തൊരു 11:30 വരെ. പിന്നെ അറ്റ്ലാന്റയിൽ എനിക്കൊന്നു 1 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഷിക്കാഗോയിൽ നിന്ന് അറ്റ്ലാന്റയിൽ വരുമ്പം 1 hour ടൈം ഡിഫറൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ചേഞ്ചസ് ഉണ്ട്. നിങ്ങളുടെ പോലീസിന് ചുമപ്പലേറ്റില്ലല്ലോ, നീലേ ഉള്ളൂ.
चाले मचमक माले अले आ चाले मचमक माले. അപ്പൊ ഗൈസ് ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു. എനിക്കോ? എനിക്ക് ഞാൻ റെഡ് യൂസ് ചെയ്തോളാം. ഗൈസ് അച്ചാച്ചന്റെ കാർ കളക്ഷൻ ആണ്. കാർ കളക്ഷൻ ഇത് റൈറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫെമി അതിനകത്ത് പേസ്റ്റ് തേക്കണം കേട്ടോ. എന്നിട്ട് ഒന്നാം ദിവസം അർദ്ധരാത്രി 12:05. ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങള് ഫുഡ് അടി എല്ലാം കഴിഞ്ഞു. അയ്യോ ഞങ്ങൾ ഐസ്ക്രീം കേട്ടിട്ട് ഗൈസ്. മമ്മിയാ. The next day. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ രാത്രി വന്നിട്ട് ഔട്ടർ ഒന്നും പറയാൻ മറന്നുപോയി. ഞങ്ങളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് ചേച്ചി. ഞാൻ അജയ് അച്ഛനെ പരിചയപ്പെടുത്താം. പിന്നെന്താ ഇങ്ങനെയൊക്കെയല്ലേ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത്. എന്താ ഫെമി ഉണ്ടാക്കാൻ പോന്നെ? ഇങ്ങനെ തുടച്ചിട്ട് തന്നെ മണ്ടക്കിട്ടാ മതി. ഓക്കെ ഓക്കെ. താങ്ക് യു ഷെഫ്. പോയിരുന്നു വലിയതാടി അത് നല്ല 12 നമ്മുടെ ഇവിടുത്തെ 10. ഇതെന്തിനു യൂസ് ചെയ്യുന്ന? ഇത് ഞാൻ വേഗം വരാം. വീട് കത്തിക്കണം തോന്നുന്നു. ഇവിടെ അവക്കാഡോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവക്കാഡോ ടോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അത് ശരിയാ. എന്തോടി കരിച്ചു വെച്ചേക്കുന്നു. സമയം 12 മണിയായി. നമ്മളിപ്പോ തുടങ്ങിയത് 10 മണിക്ക് എന്തോ തുടങ്ങിയത്. ടെക്നിക്കലി ഇവിടെ ഇപ്പൊ ലഞ്ചിന്റെ സമയമായി. അല്ല, ആകെ ഉണ്ടാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബേക്കൺ ആണ്, പിന്നെ ബ്രെഡ്, ടോസ്റ്റ്, അവക്കാഡോ. അത്രേ ഉള്ളൂ സാധനം ചെയ്യാൻ വേണ്ടി. പക്ഷേ അപ്പൊ ഇനി ലഞ്ച് എപ്പോഴാണ് തുടങ്ങുന്നത് അതാണ് അറിയേണ്ടത്. എന്തായാലും ഉറപ്പായിട്ട് ഡിന്നർ ഇനി 2 മണിക്ക് എന്താണ് ഡയറ്റ് ആണോ ചേച്ചി? ഞങ്ങള് ഓക്കെ. ഞാൻ ഇനി ഇങ്ങോട്ടൊന്നും ഇല്ല. നിങ്ങൾ അത്രയൊക്കെ കേട്ടാ മതി. ശരിയാന്നാ ബേബി? ഓ പിന്നെ ക്യാമറ എന്റെ മുഖത്താവുള്ളൂ. കൊണ്ടില്ല. ഇല്ല, എവിടെ പോയി? അവിടെ 2 കിടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 12:45. ഡേ 2 ഇൻ അറ്റ്ലാന്റ അല്ലേ? 2ാമത്തെ ദിവസം അറ്റ്ലാന്റയുടെ. കേട്ടോ രാത്രി 7:55. അപ്പോ ഞാനെന്തോ ചെയ്തു? ഞാൻ ഷഫിൾ ചെയ്തു. നീ കൊണ്ടുപോയി തിന്നെ. The next day. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇപ്പം ജോർജിയയിൽ എവിടെയായിരുന്നു? ഹെലൻ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റിലാണ്. ഇവിടെ ഇങ്ങനെ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളൊക്കെ ഉണ്ട്. പിന്നെന്തുള്ള പിന്നിങ്ങനെ കാണാനുള്ള കുറേ അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങളാണ് അട്രാക്ഷൻസ് ഒന്നല്ലേ.
ഗൈസ്, ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നെർഫ് ഗൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പോയി ഇവിടെ ഓൾറെഡി ഒരു നെർഫ് ഗൺ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ വാൾമാർട്ടിൽ പോയി 2, 3 എത്ര എണ്ണം മേടിച്ചടാ? 3 നെർഫ് ഗണ്ണും കൂടെ മേടിച്ചു. എന്നെ അടിച്ചാലോ? ഓ സീൻ സീൻ സീൻ. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഈ കാറിൽ തിരിച്ചു പോവാണ്. ഇപ്പോൾ ഒരു 3 മണിയാകുമ്പോൾ ഫ്ലൈറ്റ് ഉണ്ട് ബാക്ക് ടു ഷിക്കാഗോ. ഗൈസ്, ഞങ്ങൾ സൂപ്പർ ലേറ്റാണ്. എത്ര മിനിറ്റ് ലേറ്റാണ്? മൊത്തത്തിൽ ലേറ്റാണ് ഞങ്ങൾ. ഗൈസ്, വിൻഡോ സീറ്റുള്ള അടിയാണ്. ഞങ്ങൾ ആദ്യമേ ലേറ്റ് ആയിരുന്നു, പിന്നെ ആണെങ്കിൽ അവർ ഫ്ലൈറ്റ് എടുക്കാൻ താമസിച്ചു. ഇപ്പം ഞങ്ങൾ എത്ര മിനിറ്റ് ലേറ്റ് അയച്ചു? ഇപ്പം സമയം എത്ര? 3:02 എടുക്കുന്ന ഫ്ലൈറ്റ് ഇപ്പോൾ 3:26 വരെ. നന്നായി. ഇനി ഞങ്ങൾ അവിടെ ചെന്നിട്ട്